ചരമോപചാരം. ഓർഡർ ഓർഡർ. കാനത്തിൽ ജമീല 15ാം കേരള നിയമസഭയിൽ കൊയിലാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്ന നിയമസഭാംഗവും CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന കാനത്തിൽ ജമീല 2025 നവംബർ 29 അന്തരിച്ചു. 1966 മെയ് 5 കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിൽ TK ആലിയുടെയും മറിയത്തിൻ്റെയും മകളായാണ് ജനനം. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ 3 തലങ്ങളിലും തിരഞ്ഞെടുക്കപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഭരണ മികവ് തെളിയിച്ചതിന് ശേഷമാണ് കാനത്തിൽ ജമീല നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. തലക്കളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ ഉത്തരവാദിത്വങ്ങൾ മാതൃകാപരമായാണ് നിറവേറ്റിയത്. ജില്ലയുടെ സമഗ്ര വികസനത്തിന് അടിത്തറയിട്ട കാലഘട്ടമായിരുന്നു കാനത്തിൽ ജമീലയുടേത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സജീവ പ്രവർത്തകയായിരുന്നു ജമീല. സ്ത്രീ ശാക്തീകരണത്തിന്റെ വഴിത്താരകളിലൂടെ മുന്നോട്ട് പോയി. CPIM ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ പാർട്ടിയുടെ കരുത്തുറ്റ വനിതാമുഖമായി അവർ നിറഞ്ഞു നിന്നു. ജനകീയ പ്രശ്നങ്ങളിൽ ജനപക്ഷത്തു നിന്ന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്ന കാനത്തിൽ ജമീല 2021 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്ത്രീ സ്വത്വത്തിന്റെ ഉന്നമനത്തിനും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ജീവിതം മാറ്റിവെച്ച നേതാവായിരുന്നു ജമീല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ അവർ കൊണ്ടുവന്ന പദ്ധതികൾ ഇന്നും മാതൃകയായി തുടരുന്നു. കുടുംബശ്രീ പ്രസ്ഥാനത്തെ കോഴിക്കോട് ജില്ലയിൽ ശക്തിപ്പെടുന്നതിൽ അവർ വഹിച്ച പങ്ക് നിസ്തൂലമാണ്. സാംസ്കാരിക കൂട്ടായ്മകളിൽ സജീവ സാന്നിധ്യമായിരുന്നു ജമീല. മതസൗഹാർദ്ദത്തിനും മാനവികതയ്ക്കും ഉന്നത മൂല്യം നൽകി. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ത്രീകളുടെ സ്വരം ഉയർത്തുന്നതിൽ അവർ എന്നും മുൻപന്തിയിലായിരുന്നു. മണ്ഡലത്തിലെ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ളവ സഭയിൽ ഉന്നയിക്കുകയും സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാവുമ്പോൾ വളരെ ശക്തമായി ഇടപെട്ട് സംസാരിക്കുകയും ചെയ്തിരുന്നു. അവർ സഭയിൽ ഇടതുപക്ഷത്തിന്റെ ശക്തരായ വക്താക്കളിൽ ഒരാളായിരുന്നു. ഭരണാധികാരി എന്ന നിലയിൽ സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും ഉന്നമനത്തിനായി ഒട്ടേറെ മാതൃകാപരമായ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും ജമീല നേതൃത്വം വഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ വൃക്കരോഗികൾക്കായി ആവിഷ്കരിച്ച സ്നേഹസ്പർശം പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. നിർധനരായ സ്ത്രീകൾ രോഗികൾക്കും വലിയൊരളവ് വരെ ആശ്വാസം നൽകുന്ന ഈ പദ്ധതിയുടെ കഴിഞ്ഞു. കൂടാതെ സ്ത്രീകളുടെ മാനസിക ശാരീരികാരോഗ്യം മുൻനിർത്തിയുള്ള ഷീപാഡ് പദ്ധതി, സ്കൂളുകളിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്ന വിജയവേദി പോലുള്ള വിദ്യാഭ്യാസ പദ്ധതികൾ, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സഹായം നൽകുന്ന ജീവജ്യോതി പദ്ധതി തുടങ്ങിയവയും ജമീലയുടെ ഭരണകാലത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികൾ ചിലതാണ്. ML എന്ന നിലയിൽ കൊയിലാണ്ടി മണ്ഡലത്തിലെ തീരദേശ വികസനത്തിനും കുടിവെള്ള പ്രശ്ന പരിഹാരത്തിനും വേണ്ടി നിയമസഭയിൽ നിരന്തരം ശബ്ദമുയർത്തിയ ജമീല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും പ്രിയങ്കരിയായിരുന്നു. മികച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുള്ള സംസ്ഥാന സർക്കാരിന് അംഗീകാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അവരുടെ ഭരണവികസന തേടിയെത്തിയിട്ടുണ്ട്. ലാളിത്യമായ പെരുമാറ്റവും കർക്കശമായ രാഷ്ട്രീയ നിലപാടുകളും ഒത്തുചേർന്ന വ്യക്തിത്വമായിരുന്നു കാനത്തിൽ ജമീലയുടേത്. സാധാരണക്കാരോട് ചേർന്ന് നിൽക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും എപ്പോഴും ശ്രമിച്ചിരുന്നു. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിലൂടെ ജനപക്ഷത്ത് നിന്ന് മാതൃകാപരമായി പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്.